കാഞ്ഞങ്ങാട് കാലിക്കടവിലെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ പള്ളോട്ടുവയലിൽ ജനകീയ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബിന്റെ വാർഷികാഘോഷ ഭാഗമായി സമൂഹ സദ്യ നടത്തുന്നതിനായാണ് ഇവർ ചേറിലിറങ്ങി ഞാറ് നട്ടത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാഞ്ഞങ്ങാടിന്റെ ഗ്രാമപ്രദേശമായ കാലിക്കടവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഫ്രണ്ട്സ് ക്ലബ്ബ് നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ക്ലബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതോടനുബന്ധിച്ച് നടത്തുന്ന സമൂഹ സദ്യയുടെ വിഭവശേഖരണത്തിന്റെ ഭാഗമായാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ നെൽകൃഷി നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത്. ക്ലബിനോട് ചേർന്നുള്ള പള്ളോട്ടുവയലിലെ 2.5 ഏക്കർ സ്ഥലത്താണ് നാട്ടുകാരുടെ സഹകരണത്തോടെ നെൽകൃഷി നടത്തിയത്. നെൽകൃഷി നടിയിൽ ഉത്സവവും വയൽപൂരവും പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ കെ മീന ഉദ്ഘാടനം ചെയ്തു. നെല്ല് ചോറായി തീരണം, അതിൽ കുറച്ച് പ്രോസസ് ഉണ്ട്. നമ്മുടെ കുട്ടിയോട് ചോദിച്ചാൽ ആർക്കും അതിന്റെ ഉത്തരം അറിയാൻ ആവില്ല. നമുക്കറിയാം, വിത്തിട്ട് അത് ഞാറ്റടിയായി ഞാറ് പറിച്ചു നട്ട് അത് വിളവ് കൊയ്ത്ത് എടുത്ത് അതിനെ നെല്ലെടുത്ത് പുഴുങ്ങി അതിനെ അരിയാക്കി ഇടും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ കൈ കഴുകി എത്തുമ്പോഴത്തേക്ക് ചോറ് ആകുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണ് കുട്ടിയോട് ഈ അരി ഉണ്ടാകുന്നത് ചോദിച്ചാൽ ആർക്കും നമ്മുടെ തലമുറയിലെ കുട്ടികൾക്ക് ഉത്തരം പറയാൻ പറ്റൂല. നമുക്കറിയാം, ചേറിൽ കൈവച്ചാൽ മാത്രമേ ചോറിൽ കൈവെക്കാൻ നമുക്ക് പറ്റുള്ളൂ. സംഘാടക സമിതി ചെയർമാൻ എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് കൃഷിക്ക് സ്ഥലം അനുവദിച്ച പി ഗൗരിയമ്മ, കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വി കെ ബാലകൃഷ്ണൻ എന്നിവരെ ബി ഭാസ്കരൻ, ബാബു പള്ളോട്ട് എന്നിവർ ചേർന്ന് ആദരിച്ചു. വർക്കിംഗ് ചെയർമാൻ പി എം കൃപലാനി, യുവജന വിഭാഗം കോർഡിനേറ്റർ കെ എം സഞ്ജയ് രാജ, വനിതാ വിഭാഗം പ്രസിഡന്റ് എ കെ ലൈല, സെക്രട്ടറി എം മജിദ, പ്രോഗ്രാം കമ്മിറ്റി അംഗം എ പ്രീജ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി വി രഘു സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ രതീഷ് കാലിക്കടവ് നന്ദിയും പറഞ്ഞു. നടിയിൽ ഉത്സവത്തിന്റെ ഭാഗമായി വയൽപൂരവും കസേരക്കളി, കമ്പവലി, പാളയിൽ വലിക്കൽ, ചട്ടിപ്പൊട്ടിക്കൽ, നാടൻപാട്ട്, ഞാറുനടിയിൽ തുടങ്ങി വിവിധ മത്സരങ്ങളും നടത്തി. വിജയികൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നൽകി. തുടർന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഉച്ചക്കഞ്ഞിയും നൽകി. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് 2 ദിവസങ്ങളിലായി നടന്ന വയലോത്സവത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.